ഒന്നിന് തിയേറ്ററുകളിലെത്തും. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് പുതുപ്പാടിയിൽ മകൻ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. 21-കാരനായ റമീസ് ആണ് മാതാവ് സഫിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, മകൻ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. എന്താണ് സംഭവത്തിന് പിന്നിൽ? എപ്പോഴായിരുന്നു സംഭവം? നമ്മുടെ സമൂഹത്തിൽ ലഹരി വ്യാപനം എത്രമാത്രം ശക്തമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം. അതിന്റെ ഒരു വിപത്ത് എത്രമാത്രം വലുതാണ് എന്ന് തെളിയിക്കുകയാണ് ഈ സംഭവം. കോഴിക്കോട് പുതുപ്പാടി നേരത്തെ ഒരു അമ്മയെ മകൻ കുത്തിക്കൊന്ന സ്ഥലം കൂടിയാണ് ഈ കോഴിക്കോട് താമരശ്ശേരിക്ക് അടുത്ത് പുതുപ്പാടി എന്ന് പറയുന്നത്. അതിന്റെ ആ ഒരു ഇടത്ത് തന്നെയുള്ള ഒരു മറ്റൊരു മേഖലയിലാണ്, മണൽ വയലിലാണ് ഇപ്പോൾ 21-കാരൻ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. മകനായിട്ടുള്ള റമീസ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് ഉമ്മ സഫിയെ വീട്ടിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പോലീസ് പറയുന്നത് ഈ റമീസ് നേരത്തെ 2 തവണയായി ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ലഹരിക്കുള്ള എതിരായിട്ടുള്ള ചികിത്സ തേടിയിരുന്നു. ആ ചികിത്സയൊക്കെ കഴിഞ്ഞ് എത്തിയതായിരുന്നു റമീസ്. അതിനിടയിൽ വീട്ടിലെത്തിയ ഉടനെ തന്നെ അമ്മ സഫിയെ വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കത്തിനിടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ ഉമ്മയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഭാഗ്യം കൊണ്ട് അവരുടെ കൈക്ക് മാത്രമായിരുന്നു വെട്ടേറ്റത്. ഉടൻ തന്നെ സഫിയ താമരശ്ശേരിയിൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ആ കൈക്ക് ഉള്ള പരിക്ക് ഗുരുതരമല്ല, സാരമായ പരിക്കാണെങ്കിൽ കൂടിയും ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കല്ല. അതൊരു ആശ്വാസകരമാണ്. പക്ഷേ വളരെ ഗൗരവകരമായ കാര്യമാണ്, സ്വന്തം മാതാവിനെതിരെ ഒരു മകൻ, 21 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ഈ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. പ്രത്യേകിച്ച് പോലീസ് പറയുന്നത് പോലെ ലഹരിക്കടിമയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഈ റമീസിനെ നിലവിൽ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ റമീസിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുക. വൃന്ദ, റിയാസ്, നേരത്തെ 2 തവണ ഇതുപോലെ ഈ റമീസിനെ ഈ ലഹരി അടിമയായിരുന്നു എന്ന് റിയാസ് സൂചിപ്പിച്ചിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ ഈ 21-കാരൻ മാതാവിനെ പരിക്കേൽപ്പിക്കുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സൂചിപ്പിച്ചതല്ല, പോലീസിന്റെ വാക്യമാണത്. പോലീസാണ് അത് വ്യക്തമാക്കിയത്. 2 തവണ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ, ഡി അഡിക്ഷൻ സെന്ററിൽ ഈ റമീസിനെ പ്രവേശിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരാളാണ് എന്ന് പോലീസ് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ റമീസിന് കൂടുതൽ വൈദ്യപരിശോധന ആവശ്യമാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. എന്തായാലും റമീസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇതിനു മുൻപ് അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു, ഉമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ബന്ധം ശരി, വ്യക്തമാണ് റിയാസ്. എറണാകുളം എരൂരിൽ സർക്കാർ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു. എരൂർ ഗവൺമെന്റ് KMUP സ്കൂളിലെ ഉപയോഗശൂന്യമായ അടുക്കള കെട്ടിടത്തിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. എരൂർ ഗവൺമെന്റ് KMUP സ്കൂളിന്റെ പഴയ അടുക്കള കെട്ടിടമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്.